സൈന്യത്തെ തകർത്ത് അവരുടെ നാട് മുഴുവൻ പിടിച്ചടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളായി അവർ പിടിച്ചടക്കിക്കൊണ്ട് കൊറിയൻ തലസ്ഥാനം വരെ എത്താറായി. ജപ്പാൻകാർ പിടിച്ചടക്കുന്ന സ്ഥലങ്ങളിലുള്ള പാവപ്പെട്ടവരെയും പടയാളികളെയും എല്ലാം ക്രൂരമായി കൊല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അവർ കുട്ടികളെ പോലും വെറുതെ വിടാതെ വെടിവെച്ചിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നു. കൊറിയ ഇപ്പോൾ തോൽവിയുടെ വക്കീലിരിക്കുകയാണ്. അതോടൊപ്പം കടൽ മാർഗം ആക്രമിക്കാൻ വന്നവരെ കൊറിയൻ സൈന്യം തിരിച്ചടിച്ചുവെങ്കിലും അതിലവർ പരാജയപ്പെടുകയും അവസാനം രക്ഷപ്പെട്ട 12 കപ്പലുകളുമായി തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ ജപ്പാൻ സൈന്യം വിടാതെ 300 കപ്പലുകളുമായി അവരെ ആക്രമിക്കാൻ കടൽമാർഗം ഉടൻ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ വെച്ച് സിനിമ തുടങ്ങുകയാണ്. അവർ കടലിലൂടെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നറിഞ്ഞ് നാവികസേനയിലുള്ള എല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ചിൽച്ചിയോയിൽ വെച്ച് അവരുടെ ആക്രമണത്തിൽ നിന്ന് ആകെ 12 കപ്പലുകളാണ് രക്ഷപ്പെട്ടത്. ഇപ്പോ നമ്മുടെ കയ്യിൽ കടലാക്രമണത്തിന് ആകെ ആ 12 കപ്പലുകൾ മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ 300 കപ്പലുകളുമായിട്ടാണ് നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. ഈ 12 കപ്പലും വെച്ച് അവരുടെ 300 കപ്പലുകളെ തകർക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ നാവികസേനയൊക്കെ പിരിച്ചുവിട്ടിട്ട് നമുക്ക് കരസേനയുടെ കൂടെ എങ്ങനെ ചേരാമെന്ന് അവരുടെ നാവികസേനയുടെ തലവനും നായകനുമായ അഡ്മിറലിനോട് പറയുന്നു. എന്നാൽ അദ്ദേഹം ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകനും തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആരും എന്താ ഒന്നും പറയാത്തത്? ജപ്പാൻകാർ വളരെ ക്രൂരന്മാരാണ്. അവർ ചെയ്തു കൂട്ടുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ 12 കപ്പലും കൊണ്ട് ചെന്ന നമ്മളെ എല്ലാവരെയും അവർ തീർക്കും. അതുകൊണ്ട് ഇനി അവരുമായി നമ്മൾ കടലിലൂടെ യുദ്ധത്തിന് പോകരുതെന്നൊക്കെ അവൻ പറയുമ്പോൾ അദ്ദേഹം കുറച്ചുനേരം മിണ്ടാതെ ആലോചിക്കുകയും എന്ത് വേണമെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം, തൽക്കാലം ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതോടെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അടുത്ത ദിവസം ജപ്പാൻ സൈന്യത്തിന്റെ നാവികസേനയുടെ തലവൻ സഹായിയോട് സംസാരിക്കുകയാണ്. നമ്മുടെ 300 കപ്പലുകളും കൊണ്ട് അവരുടെ നാവികസേനയെ ആക്രമിക്കണം. അവർക്കാകെ 12 കപ്പലേ ഉള്ളൂ. എങ്കിലും നമ്മൾ മുന്നിൽ നിന്ന് ആക്രമിക്കണ്ട. കാരണം ആ 12 കപ്പലുകളെയും നയിക്കുന്നത് അവിടുത്തെ എന്ന് പറയുന്ന ഒരു അഡ്മിറലാണ്. അയാൾ ഭയങ്കര ബുദ്ധിയും കഴിവും ഉള്ള ആളാണ്. എങ്ങനെയായിരിക്കും അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കടൽ കൊള്ളക്കാരന്റെ സേനയെ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയാളുടെ പിന്നിലായിട്ട് നമ്മുടെ 300 കപ്പലുകൾ ചെന്നാൽ മതിയെന്ന് അവർ പറയുന്നു. ഈ സമയം തലസ്ഥാനത്താണെങ്കിൽ ശത്രുക്കളുടെ നീക്കമറിയാൻ പോയ ഒരു ചാരൻ വന്ന് അഡ്മിറലിനോട് സംസാരിക്കും.